തുടർന്ന് സംയുക്ത കേരള കോൺഗ്രസ് തുടർന്ന് ജോസ് കെ മാണി വിഭാഗം LDF പോയി. അതിനുശേഷം UDF അടിയറച്ചിരുന്നവരാണ് ഞങ്ങളൊക്കെ. UDF അപ്പോൾ ഞങ്ങളുടെ പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫിൻ്റെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പീഡനം സഹിക്കുക വയ്യാതെയാണ് ഞങ്ങളുടെ രാഷ്ട്രീയം ഉപേക്ഷിച്ച് ഞങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയം ഉപേക്ഷിച്ചത്. പക്ഷെ അതിനുശേഷം നമുക്കറിയാം കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഞങ്ങളെ വീണ്ടും സജീവമാകാൻ ഞങ്ങൾ ക്ഷണിക്കുകയുണ്ടായി. ഏതായാലും അങ്ങനെ ക്ഷണിച്ച സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ മാറി നിൽക്കുന്നത് ശരിയല്ല എന്നുള്ള പൊതു അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വീണ്ടും ഒരു രാഷ്ട്രീയ ചിന്താഗതിയിൽ കടന്നത്. അല്ലെങ്കിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്രം ഭരിക്കുന്ന BJP നരേന്ദ്രമോദി ഗവൺമെൻറ് വീണ്ടും അധികാരത്തിലേക്ക് വരുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ കുറിച്ച് ഒട്ടേറെ ഞാൻ പറഞ്ഞത് നമുക്കൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ ജനാധിപത്യത്തിലേക്ക് പോയാൽ നമ്മുടെ ഈ നാടിന് ഗുണകരമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടും കേന്ദ്ര സർക്കാരിനെ കൊണ്ട് നമ്മുടെ ഈ മേഖലയെ പ്രത്യേകിച്ച് റബ്ബർ കൃഷിക്കാർക്ക് ആ റബ്ബറിൻ്റെ വില വർദ്ധിപ്പിക്കുവാനുള്ള ആ ഒരു നീക്കം നടത്താൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അതിലെല്ലാം ഉപരി നമുക്ക് 3 സ്ഥാനാർത്ഥികളോട് മത്സരിക്കുന്നുണ്ട്. ഒന്ന് തുഷാർ വെള്ളാപ്പള്ളി, UDF സ്ഥാനാർത്ഥിയായിട്ട് ഫ്രാൻസിസ് ജോർജ്, LDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ. ഈ 3 സ്ഥാനാർത്ഥികളിലും കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് റബ്ബറിന്റെ വില 240 രൂപ ആക്കും അതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ച ഒരേ ഒരാൾ തുഷാർ വെള്ളാപ്പള്ളിയാണ്. അതാണ് തീർച്ചയായിട്ടും ഞങ്ങൾ അത്തരത്തിലേക്ക് അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുവാനും NDAക്ക് പിന്തുണ കൊടുക്കുവാനും തീരുമാനിച്ചത്. അവിടെ തന്നെ നമുക്കറിയാം കേന്ദ്ര വന സംരക്ഷണ നിയമങ്ങളൊക്കെ ഇവിടെ പൊളിച്ചെടുക്കേണ്ടതുണ്ട്. നമുക്കറിയാം വന്യമൃഗ ആക്രമണത്തിൽ നിന്നും നമ്മുടെ കൃഷിക്കാരെ സംരക്ഷിക്കുവാൻ അവിടെ തന്നെ നമുക്ക് തെരുവുനായ ആക്രമണം നമ്മുടെ നാട്ടിൽ വളരെ രൂക്ഷമായി. ഇതൊക്കെ നമുക്കില്ലാതാക്കണമെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുടെ ഒരു സഹകരണത്തോട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ സാധിക്കൂ എന്നുള്ളതാണ് ഞങ്ങൾ കഴിയുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് 3 സ്ഥാനാർത്ഥികളിൽ മത്സരിക്കുന്ന ഇവിടെ തുഷാർ വെള്ളാപ്പള്ളി വിജയിച്ചാൽ അദ്ദേഹം കേന്ദ്രത്തിൽ മന്ത്രിയാകുന്നതിന് യാതൊരു സംശയമില്ല. അങ്ങനെ മന്ത്രിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ നിയോജകമണ്ഡലത്തിലും നമ്മുടെ സംസ്ഥാനത്തിനും അത് വലിയ കേന്ദ്ര പദ്ധതികൾ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് പ്രയോജനപ്രദമാകും എന്നുള്ളൊരു കാഴ്ചപ്പാടും ആണ് ഞങ്ങൾ തീർച്ചയായിട്ടും ഈ മുന്നണിക്ക് പിന്തുണ കൊടുക്കുവാനായി ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്. പുതിയൊരു രാഷ്ട്രീയ മുന്നണിയായിട്ട് രൂപീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിനകത്തൊരു ഘടകകക്ഷി പോലെ ചേരുമ്പോൾ അംഗബലം ഒരു വിഷയമാണ്. അപ്പം നിങ്ങൾക്ക് പുതിയൊരു പാർട്ടികൾ രൂപീകരിച്ചപ്പോൾ എത്രമാത്രമുണ്ട് നിങ്ങളുടെ ഒപ്പമുള്ള അംഗബലം എന്ന് പറയും? അംഗബലം നിങ്ങളാരും പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമുണ്ട്. ജനങ്ങൾ നേരിട്ട് BJPയിലേക്ക് സഹകരിക്കാൻ ചേക്കേറാൻ ആളുകൾക്ക് ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ കേരള കോൺഗ്രസ് വഴി NDAയുമായിട്ട് സഹകരിക്കാൻ വളരെ താല്പര്യമുള്ള ആളുകൾ നിൽക്കുകയാണ്. അതായത് ഞങ്ങൾ ഇന്നലെ കോട്ടയത്ത് നേതൃയോഗം ചേർന്നു. ഇനി 14 ജില്ലകളിലും നേതൃയോഗങ്ങൾ ചെയ്യും. അതിനുശേഷം എറണാകുളത്ത് സംസ്ഥാന നേതൃയോഗം ചെയ്യും. ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയും പൂർണ്ണമായി ഇപ്പോൾ നിലവിൽ വരും. യാതൊരു സംശയവും വേണ്ട. ഈ പാർട്ടിയിലേക്ക് ഞാൻ ഇന്നലെ ഈ പാർട്ടി പ്രഖ്യാപിച്ചതിന് ശേഷം എന്നെ വിളിച്ച ആളുകളുടെ എണ്ണം ഞാൻ വിളിക്കുന്ന ആളുകളെയൊക്കെ ഞാൻ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായൊരു കമ്മിറ്റി. അതിനെ മറുപക്ഷത്തിന് ഞങ്ങൾ ആരെയും ബലമായിട്ട് പിടിക്കാനോ ക്യാൻവാസിൽ പിടിക്കാനോ ശ്രമിച്ചിട്ടില്ല. ഞങ്ങളെടുത്ത നിലപാടിനോട് താല്പര്യമുള്ളവർ യോജിക്കുന്നവർ വരട്ടെ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. തെരഞ്ഞെടുപ്പിന് ശേഷം നിരവധി ആളുകൾ ഞങ്ങളോടൊപ്പം കടന്നു, യാതൊരു സംശയവുമില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പിനിടയിലും ഉണ്ടാവും, ഇനി ശേഷവും ഉണ്ടാവും. അവിടെ അംഗബലത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു ആശങ്കയുമില്ല. ശക്തമായി മുന്നോട്ട് പോകും. ഈ നമ്മൾ കാലങ്ങളായിട്ട് UDFിനൊപ്പം നിന്ന ഒരാളാണല്ലോ. അപ്പം വിശദമായിട്ട് വിമർശിച്ചിട്ടുന്ന കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കേണ്ടി വരുന്ന മാനസികമായ അതിനകത്ത് ആളുകൾ അല്ല, കേന്ദ്ര സർക്കാരിനെ മാത്രമല്ല, കേന്ദ്ര സർക്കാരിനെയും എല്ലാ സർക്കാരിനും കുഴപ്പങ്ങളുണ്ട്. കേന്ദ്ര സർക്കാരിന് അല്പം കുഴപ്പം കാണും, സംസ്ഥാന സർക്കാരിന് അതിനേക്കാൾ കുഴപ്പമുണ്ട്, UDFിനും കുഴപ്പമുണ്ട്, എല്ലാ മുന്നണിക്കും കുഴപ്പമുണ്ട്. കുഴപ്പമില്ലാത്ത മുന്നണിയില്ല. ആ കുഴപ്പമുള്ള മുന്നണിയോടൊപ്പം ഉണ്ടെങ്കിൽ ആ കുഴപ്പങ്ങൾ മാറ്റുവാൻ ഒരു തിരുത്തൽ ശക്തിയായി ഈ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. നമ്മൾ കൂടി ചേരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആശയങ്ങൾ കൂടി സർക്കാരിന്റെ മുമ്പിൽ അല്ലെങ്കിൽ NDAയുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തിക്കുവാനുള്ള ഒരു ക്രമീകരണമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ ഈ ജോസ് കെ ഒപ്പമായിരുന്നു ഇപ്പം രാഷ്ട്രീയപരമായ സ്ഥാനങ്ങൾ കിട്ടിയില്ല എന്ന പ്രശ്നം ഉണ്ടായിരുന്നു. ജോസഫ് ഗ്രൂപ്പ് വന്നപ്പോഴും ഇലക്ഷനിൽ ഒരു സ്ഥാനം കിട്ടിയില്ല. അപ്പോൾ ഇനി ഇന്ത്യയുടെ ഘടകകക്ഷിയെ നിൽക്കുമ്പോൾ ഇനി ഒരു സ്ഥാനം അടുത്തത് ഈ നിയമസഭയ്ക്ക് വരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത മുന്നിലുണ്ട്. അത് നിങ്ങൾ പറഞ്ഞ തെറ്റിദ്ധാരണയായിരുന്നു. ജോസ് കെ മാണിക്കൊപ്പം നിന്നപ്പോഴും സ്ഥാനം കിട്ടിയില്ല എന്നതിൻ്റെ പേര് ഞാൻ രാജിവെക്കുന്നൊന്നുമില്ല. എനിക്ക് അർഹതപ്പെട്ട സ്ഥാനം അന്ന് പൂഞ്ഞാർ സീറ്റിലേക്ക് എൻ്റെ പേര് നിശ്ചയിച്ചു, എന്നോട് പ്രവർത്തിക്കാൻ പറഞ്ഞു. അതിനുശേഷം മറ്റൊരാളെ രാഷ്ട്രീയ രംഗത്തില്ലാത്ത ഒരാളെ കൊണ്ടുവന്ന് അവിടെ സ്ഥാനാർത്ഥിയാക്കി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ആ കൂടത്തിന് എനിക്ക് മാനേശ്വരം മരിക്കുന്നവരെ എനിക്ക് പോയിട്ടില്ല, ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. രണ്ട്, PJ ജോസഫ് സാറിനൊപ്പം ചേർന്നതിന് ശേഷം അന്ന് ഈ പാർട്ടി അല്ലെങ്കിൽ പിളർപ്പുണ്ടായപ്പോൾ ഞാനാണ് യൂത്ത് പ്രസിഡന്റായി, ഞാനാണ് ഏറ്റവും മുൻപിൽ ശക്തമായി നിന്ന് പോരാടിയത്. കോട്ടയം ജില്ലയിൽ ഇതിനുവേണ്ടി ഇതിന് വേരോട്ടം ഉണ്ടാക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഇരുന്ന സമയത്ത് നമുക്കറിയാം, കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ചില കുലിശിത അല്ലെങ്കിൽ കുബുദ്ധികൾ മറുപക്ഷത്ത് നിന്ന് പ്രിൻസ് ലൂക്കോസിനെ കേരള കോൺഗ്രസിലേക്ക് കൊണ്ടുവന്ന് എന്നെ അവിടെ വെട്ടുകയാണ്. എപ്പോഴും ഞാൻ പാർട്ടി വിട്ടുപോയില്ല. ഞാൻ UDF ജില്ലാ ചെയർമാൻ സ്ഥാനം മോൻ ജോസഫ് എടുത്തപ്പോഴും ഞാൻ വിട്ടുപോയില്ല. എന്നാൽ അത് തിരിച്ച് എനിക്കാരും തീരുമാനം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരിച്ചു. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്പം ഞാൻ പാർട്ടിയിലുള്ള കാരണം എന്താ? UDF ജില്ലാ ചെയർമാനായിരിക്കുന്ന എനിക്ക് ജില്ലാ പ്രസിഡന്റ് പാർട്ടി ജില്ലാ പ്രസിഡന്റാണ്. ആ ജില്ലാ പ്രസിഡന്റാണ് ഇലക്ഷൻ കമ്മിറ്റി കൺവീനർ ആകേണ്ടത്. മോൻ ജോസഫ് പോലും പറ്റത്തില്ല, അദ്ദേഹത്തിന് വേണം. അദ്ദേഹം എടുത്തു. അത് പോട്ടെ, നമ്മൾ ഒരു അപാകതയും പറഞ്ഞില്ല. അതിനുശേഷം കണ്ടല്ലോ തെരഞ്ഞെടുപ്പിന് എൻ്റെ നോമിനേഷൻ കൊടുക്കുമ്പോൾ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് മത്സരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് നിർബന്ധമായ നോമിനേഷൻ കയറണം. അതിന് പകരം എന്നെ കേൾക്കാതിരിക്കാൻ അദ്ദേഹം വളരെ തന്ത്രപൂർവ്വം ചിന്തായത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വേണമെന്ന് നിർബന്ധം പിടിച്ചാര് മോൻസ് തിരുവഞ്ചൂർ താല്പര്യമില്ല. അദ്ദേഹം പറഞ്ഞു DCC പ്രസിഡന്റാണ് ഞങ്ങളുടെ പാർട്ടി ചേർക്കാൻ റിയോ തിരുവഞ്ചൂർ വേണമെന്ന് പറഞ്ഞു. തിരുവഞ്ചൂരിനെ കേട്ടു. രണ്ടാമത് മോൻ ജോസഫിന്റെ പേര് സ്ഥാനാർത്ഥി പറഞ്ഞു. ഞങ്ങൾക്ക് ആർക്കും തർക്കമില്ല. മൂന്നാമത് DCC പ്രസിഡന്റ് വേണം, യാതൊരു സംശയമില്ല. പക്ഷേ നാലാമത് കേരള കോൺഗ്രസ് പാർട്ടി ജില്ലാ പ്രസിഡന്റായി എന്നെ ഉൾപ്പെടുത്തുന്നതിന് പകരം മറ്റൊരാളെ ചില പ്രാതിനിധ്യം വിളിച്ച് പറഞ്ഞു, ജില്ലയ്ക്ക് ഒഴിയുള്ള ആളെ വിളിച്ചു വരുത്തി അവിടെ കയറ്റി എന്നെ ഒഴിവാക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഞാൻ പറഞ്ഞു, ഞാൻ ആ ഗേറ്റിൽ തൂങ്ങി പാർട്ടി ജില്ലാ പ്രസിഡന്റ് സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കുമ്പോൾ കളക്ടറേറ്റ് മുമ്പിൽ ഗേറ്റിൽ തൂങ്ങി നിൽക്കേണ്ട ഗതികേടുണ്ടായി. എന്നോട് ആളുകൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പ്രമുഖരായ നേതാക്കളുണ്ട്, അവർ കയറട്ടെ എന്ന് പറഞ്ഞ് ഞാൻ മാറി നിൽക്കുക ചെയ്തു. പക്ഷേ അതിനുശേഷം റോഡ് ഷോ ഉണ്ടായിരുന്നു. ആ റോഡ് ഷോയിൽ ഞാൻ മഹർത്തിക്ക് നമ്മളിത് പറഞ്ഞ കേസാണ്, ഇത് പറഞ്ഞു പോയതാണ്. ഞാൻ ചോദിച്ചത് ഇത് അടുത്ത പൂഞ്ഞാർ സീറ്റിന് വേണ്ടിയുള്ള നീക്കമാണോ എന്ന് ചോദിച്ചു. അല്ല, സീറ്റ് ഏത് സീറ്റ് നമുക്ക് മനസ്സിലാക്കുന്നത് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഇതൊരു പൂഞ്ഞാർ സീറ്റിന് വേണ്ടി നീക്കമല്ല. ഇത് മോൻ ജോസഫ് എന്ന് പറയുന്ന ഏകാധിപത്യത്തിനെതിരെയുള്ള പ്രതിഷേധമാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇനി മത്സരിക്കാൻ അവസരം കിട്ടിയാൽ മത്സരിക്കും. അല്ല, അങ്ങനെ ഏകാധിപത്യ പ്രശ്നം ഉണ്ടെങ്കിൽ ചെയർമാൻ പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമായിരുന്നു. ചെയർമാൻ്റെ അടുത്ത് പലവട്ടം പ്രശ്നങ്ങൾ അവതരിപ്പിച്ചിട്ട് അദ്ദേഹത്തിന് പരിഹരിക്കാൻ സാധിക്കുന്നില്ല. എന്തോ ചെയർമാനും ഈ എക്സിക്യൂട്ടീവ് ചെയർമാനെ ഭയമാണെന്ന്